നിങ്ങൾ ഹെയർ ഡൈ യൂസ് ചെയ്യാറുണ്ടോ? ഹെയർ ഡൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് പലപ്പോഴും നമ്മൾ അറിയാറില്ല. പ്രത്യേകിച്ച് ഒരു 50 വയസ്സിന് ശേഷം ഹെയർ ഡൈ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 50+ ആളുകൾ ഹെയർ ഡൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം, സ്കാൽപ്പ് നേർത്തതും സെൻസിറ്റീവായിട്ടും ഇരിക്കുമ്പോൾ ഒരിക്കലും ശക്തമായിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിക്കാൻ പാടില്ല. ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോൾ സ്കാൽപ്പിലെ സ്കിന്നിൽ സ്വാഭാവികമായിട്ടുള്ള ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സ്കാൽപ്പ് മുൻപത്തേതുപോലെ കട്ടിയുള്ളതാകില്ല, പതുക്കെ പതുക്കെ തിന്നായി തുടങ്ങുന്നു, ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നു, നാച്ചുറൽ ഓയിൽ പ്രൊഡക്ഷൻ കുറയുന്നതിനാൽ സ്കാൽപ്പ് തിന്നായിട്ടും സെൻസിറ്റീവായിട്ടും മാറുന്നു. സോ ഇങ്ങനെ ഓൾറെഡി വീക്കായിട്ടുള്ള സ്കാൽപ്പിന് മുകളിലേക്കാണ് അമോണിയ അല്ലെങ്കിൽ ഹൈ PPD ഉള്ള, PPD എന്നാൽ പാരാഫിൻലൈൻ ഡൈമീൻ, ഇതൊരു കെമിക്കലാണ്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? കെമിക്കൽ സ്ട്രെസ് ഉണ്ടാവുകയും സ്കാൽപ്പിൽ ബേണിങ്ങും ഇച്ചിങ്ങും ഡാൻഡ്രഫും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നെ ഹെയർ ഡൈ ചെയ്തതിന് ശേഷം വലിയ രീതിയിലുള്ള മുടി കൊഴിച്ചിലും സംഭവിക്കുന്നു. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഏജിങ് സ്കാൽപ്പിന് ശക്തമായിട്ടുള്ള കെമിക്കൽസ് ടോളറേറ്റ് ചെയ്യാൻ സഹിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഹെയർ ഡൈ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ PPD ഫ്രീ ആയിട്ടുള്ള, അമോണിയ ഫ്രീ ആയിട്ടുള്ള ഹെയർ ഡൈ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, തുടർച്ചയായിട്ട് ഹെയർ ഡൈയിങ് ചെയ്യരുത്. ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും മുടിയുടെ ടെക്സ്ചറൊക്കെ മാറിത്തുടങ്ങും. ഹെയറിനുള്ളിലുള്ള കെരാറ്റിൻ പ്രോട്ടീൻ പണ്ടത്തേതുപോലെ ശക്തമായിരിക്കില്ല. ഹെയർ വളരെയധികം തിന്നായിരിക്കും. മാത്രമല്ല ഇലാസ്റ്റിസിറ്റി കുറയുന്നതിനാൽ മുടി എളുപ്പത്തിൽ പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഹെയറിലേക്ക് 2-3 ആഴ്ചയിൽ ഒരിക്കൽ വീണ്ടും ഹെയർ ഡൈ ചെയ്യുമ്പോൾ ഹെയർ കൂടുതൽ ഡാമേജ് ആയി പോവുകയുള്ളൂ. ഹെയറിൻ്റെ ഉള്ളിലെ പ്രോട്ടീൻ വാഷ് ഔട്ട് ആവും, മോയ്സ്ചർ നഷ്ടപ്പെടും, ഹെയർ ഡ്രൈ ആയി, റഫായി, ഹെയർ ബ്രേക്കേജ് വർദ്ധിക്കും. ഇങ്ങനെ തുടർച്ചയായിട്ട് ഇതുപോലെ ഹെയർ ഡൈ യൂസ് ചെയ്യുമ്പോൾ മുടി വളരെയധികം തിന്നായി പോവുകയും മുടി കൊഴിയുകയും ഒന്ന് കെട്ടിവെക്കാൻ പോലും ഇല്ലാത്ത വിധത്തിൽ നമ്മുടെ മുടി മാറ്റപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഹെയർ ഡൈ ചെയ്യുമ്പോൾ മിനിമം 4 അല്ലെങ്കിൽ 6 ആഴ്ച വരെ ഒരു ഗ്യാപ്പ് നൽകുക. അതുപോലെ തന്നെ നല്ല ബ്രാൻഡിൻ്റെ ഹെയർ ഡൈ യൂസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഹെയർ കളറിങ് ചെയ്യുന്ന ഹെയറിൽ പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഹെയർ ഡാമേജ് ആയി പോകും. പ്രത്യേകിച്ച് ഒരു 50 വയസ്സിനൊക്കെ ശേഷം ഹെയറിൽ ഒരു നാച്ചുറൽ ഓയിൽ പ്രൊഡക്ഷൻ വളരെയധികം കുറവാണ്. അതുകൊണ്ട് മോയ്സ്ചർ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറഞ്ഞിരിക്കും, റിപ്പയർ പവർ സ്ലോ ആയിരിക്കും. സോ ഇങ്ങനെയുള്ളൊരു ഹെയറിലേക്ക് ഹെയർ ഡൈ ചെയ്ത് കഴിഞ്ഞ് കെയർ ഒന്നുമില്ലാതെ വിട്ട് കഴിഞ്ഞാൽ ഹെയർ ഓരോ ദിവസം കഴിയും തോറും ഡാമേജ് ആയിക്കൊണ്ടിരിക്കും, മുടി പൊഴിഞ്ഞുകൊണ്ടിരിക്കും, തിന്നായിക്കൊണ്ടിരിക്കും. അങ്ങനെ കാലക്രമേണ മുടിയെല്ലാം നഷ്ടപ്പെട്ടു പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് 50+ ആളുകൾ ഹെയർ ഡൈ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഷാംപൂ യൂസ് ചെയ്യുക. ഇത് കളർ പോവാതെയും മോയ്സ്ചർ നഷ്ടപ്പെടാതെയും ക്ലീൻ ചെയ്യും. പിന്നെ ഒരു ഡീപ്പ് കണ്ടീഷനിങ് ചെയ്യുക. ഡൈ കൊണ്ടുപോയ പ്രോട്ടീൻ, മോയ്സ്ചർ പാർഷ്യലി റീസ്റ്റോർ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുക. ഇത് മുടിയെ സ്ട്രെങ്തൻ ആക്കാനും മുടി നല്ലവണ്ണം വളരാനും സഹായിക്കുന്നതാണ്. 50 വയസ്സിന് ശേഷം ഹെയർ ഡൈ ചെയ്യുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. പക്ഷേ ഹെയർ കെയർ ചെയ്യാതിരിക്കുന്നത് വളരെ വലിയൊരു തെറ്റാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു 50+ ഒക്കെ ആണെങ്കിൽ ഒരിക്കലും ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് എടുക്കരുത്. ഇത് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു, ഫേസിലുള്ള ഷാഡോ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് മുഖത്തെ റിങ്കിൾസ് ഒക്കെ പ്രോമിനൻ്റ് ആയിട്ട് കാണുകയും പിഗ്മെൻറ്റേഷൻ്റെ ഒക്കെ ഒരു കോൺട്രാസ്റ്റ് കൂടുകയും നമ്മുടെ മുഖത്ത് വളരെയധികം പ്രായക്കൂടുതൽ തോന്നുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരു ഡാർക്ക് ബ്രൗൺ, നാച്ചുറൽ ബ്രൗൺ, ഈ ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും വളരെയധികം നല്ലത്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏത് ഹെയർ ഡൈ യൂസ് ചെയ്താലും ഒരു പാച്ച് ടെസ്റ്റ് വളരെ നിർബന്ധമാണ്. വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹെയർ ഡൈ ആണ്, കുഴപ്പമില്ല എന്നൊന്നും വിചാരിക്കരുത്. ഇമ്മ്യൂൺ റെസ്പോൺസ് അൺപ്രഡിക്റ്റബിൾ ആണ്. ചിലപ്പോൾ സഡൻ അലർജി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇച്ചിങ്, സ്വെല്ലിംഗ്, ബേണിംഗ് ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങളത് ചെയ്തിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഹെയർ ഡൈ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.